ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ഇടുന്നത്. വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ചില ആൾക്കാർ ഇതിനകത്ത് അരിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടാവും, പക്ഷെ എനിക്ക് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. കടലമാവിന്റെ ടേസ്റ്റ് ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെ എല്ലാം ഒന്ന് കലക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് റെഡിയാക്കി എടുത്തു. നമുക്ക് തൊലിയൊക്കെ ഒന്ന് ഉലിച്ചെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എല്ലാം രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പൊടി കലക്കുമ്പോൾ ഒരുപാട് ലൂസ് ആകാനും പാടില്ല, ഒരുപാട് കട്ടിയാകാനും പാടില്ല. ഈ ഒരു രീതി വേണം വരാന്. അപ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് മുട്ട ബജ്ജി കിട്ടും. അല്ലെങ്കിൽ അതിനകത്തുനിന്ന് തൊലി മുട്ടയുടെ അകത്ത് ഇങ്ങനെ ഉലിഞ്ഞുലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കറക്റ്റ് ഒരു പരുവത്തിന് ഇങ്ങനെ എടുത്തെങ്കിൽ കറക്റ്റ് റെഡിയാക്കി കിട്ടത്തില്ല കേട്ടോ. ഇതാകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കാരണം ചായ തിളയ്ക്കുന്ന സമയം മതി നമുക്ക് മുട്ട ബജ്ജി റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിൾ അല്ലേ, പെട്ടെന്ന് തന്നെ. അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് ഹീറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഒരു 1 മിനിറ്റ് ഇട്ടാൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടും. ഈ കടലമാവിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വേറെ ഇതിനകത്ത് മൈദാമാവും അരിപ്പൊടി അങ്ങനെയൊന്നും ചേർത്ത് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. കടലമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇവിടെ എന്റെ വീട്ടിൽ എനിക്ക് എന്റെ മക്കൾക്കൊക്കെ ഇഷ്ടം കടലമാവാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, കൂടുതൽ ഇഷ്ടം സ്നാക്സ് ഐറ്റംസ് ഈ പഴംപൊരിയും മുട്ട ബജ്ജിയുമാണ്. വേറെ സ്നാക്സ് ഒന്നും ഇഷ്ടമല്ല. അത് കാരണം ഞാൻ എപ്പോഴും പഴംപൊരിയും മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് ചായ തിളയ്ക്കുന്ന സമയം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പൊ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട ബജ്ജി ഇഷ്ടമായ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ നമ്മുടെ മുട്ട ബജ്ജി? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് അയക്കണേ. ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.